1064 കേരളീയ ഗ്രാമങ്ങൾ പറയും, ലോകം വിശ്വസിക്കും. കേരളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് 1064 കേരളീയ ഗ്രാമങ്ങൾ. 1064 ഗ്രാമങ്ങളെ ടെക്നോളജിയുടെയും സംരംഭകത്വത്തിന്റെയും പ്രദേശമാക്കി മാറ്റുന്ന 1064 ഗ്രാമങ്ങളിലൂടെ കേരളത്തെ 193 രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു വിപ്ലവത്തെക്കുറിച്ച് 24 ന്യൂസ് സ്പെഷ്യൽ പ്രോഗ്രാം. 1064 കേരളീയ ഗ്രാമങ്ങൾ പറയും, ലോകം വിശ്വസിക്കും. ഹായ്, കേരളത്തിൽ നമ്മൾ അറിയാതെ ഒരു നിശബ്ദ വിപ്ലവം നടക്കുന്നത് ടെക്നോളജി മേഖലയിലാണ്. അതിന് പതാകവാഹകരാവുന്നത് ഒരു സംഘം യുവാക്കളാണ്. ടാൽറോപ്പ് എന്നാണ് അതിന്റെ പേര്. പ്രേക്ഷകർക്ക് പലർക്കും അറിയാം. അവരുടെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ സ്കൂളുകളിൽ, കോളേജുകളിൽ, ഏറ്റവും പ്രധാനം ഗ്രാമങ്ങളിൽ, 1000-ലധികം ഗ്രാമങ്ങളിൽ ഇത്തരം ടെക്നോളജി പാർക്ക് ഉണ്ടായിക്കൊണ്ട് എന്തുകൊണ്ട് കാലിഫോർണിയയിൽ ഒരു സിലിക്കൺ വാലി ഉണ്ടാവാമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ പോലെ ഒരു വലിയ ഒരു കൺസ്യൂമർ എക്കണോമിയിൽ നമുക്കൊരു സിലിക്കൺ വാലി ഉണ്ടാവുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട ഒരു $1 ബില്യൺ ചോദ്യം ആ യുവാക്കൾ ചോദിക്കുന്നുണ്ട്. എനിക്കൊപ്പം ടാൽറോപ്പ് CEO ശ്രീ സഫീർ നജ്മുദ്ദീൻ. അപ്പോൾ ഇതൊരു വലിയ കൺസെപ്റ്റാണ്, ഒരു മാസീവ് കൺസെപ്റ്റാണ്. അത് നിങ്ങൾ ഏതളവിൽ എത്ര വരെ എത്തി നിൽക്കുന്നു? ശരിക്കും 2015 ടാൽറോപ്പിന്റെ ആരംഭം. ഇന്നിപ്പോൾ 10 വർഷം കഴിഞ്ഞ് 2025 നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചൊരു കോൺസെപ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ടാലന്റ്, ഇന്നോവേഷൻ. അപ്പോൾ സിലിക്കൺ വാലിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്ക് സുക്കർബർഗ് എന്നൊരു 19 വയസ്സുകാരൻ ഫേസ്ബുക്ക് ചെയ്യാൻ വേണ്ടി സിലിക്കൺ വാലിയിലേക്ക് വരിക. ശരിക്കും സിലിക്കൺ വാലി നല്ല മാർക്ക് സുക്കർബർഗ് ക്യാഷ് ഉണ്ടാക്കിയത് നമ്മുടെ ഇന്ത്യ പോലുള്ള കൺസ്യൂമർ എക്കോണമിയിൽ നിന്നാണ്. ഇപ്പോൾ 130-150 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ, യൂറോപ്യൻ രാജ്യങ്ങൾ, GCC, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഈ 193 രാജ്യങ്ങളിലേക്ക് മാർക്ക് സുക്കർബർഗിന് ആ പ്രൊഡക്റ്റ് എത്തിക്കാൻ കഴിയും. അപ്പോൾ സിലിക്കൺ വാലിയിൽ എന്താ നടന്നതെന്ന് ചോദിച്ചാൽ, സിലിക്കൺ വാലിയിൽ ഫേസ്ബുക്കിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റാണ് നടന്നത്. പ്രൊഡക്റ്റ് ഉണ്ടാക്കലാണ് നടന്നത്. പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഫൈനലായി കഴിഞ്ഞപ്പോഴേക്ക് അവൻ എല്ലാ രാജ്യങ്ങളിലേക്കും കൊണ്ടുവന്ന് ക്യാഷ് കൊണ്ടുപോയി. ഈ കോൺസെപ്റ്റ്, അപ്പോൾ സിലിക്കൺ വാലി എന്നൊരു ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ മാർക്ക് സുക്കർബർഗ് എന്നുള്ള ടാലൻറ്റ്, ഫേസ്ബുക്ക് എന്നുള്ള ഇന്നോവേഷൻ, ഇതാണ് ടാൽറോപ്പ് പറഞ്ഞു വയ്ക്കുന്ന സിലിക്കൺ വാലി മിഷൻ. ഇപ്പോൾ 2017 കൃഷ്ണവിലാസം അപ്പർ പ്രൈമറി സ്കൂളിൽ ടാൽറോപ്പ് ഒരു ടെക്കീസ് പാർക്ക് എന്നൊരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഒരു ഇൻഫ്രാസ്ട്രക്ചർ, സിലിക്കൺ വാലിയിൽ അന്നുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ പോലെ ഒരു മിനിയേച്ചർ, സിലിക്കൺ വാലിയിൽ ഒരു മിനിയേച്ചർ ടെക്കീസ് പാർക്ക് എന്ന് തുടങ്ങി. അവിടുത്തെ കുറേ സ്കൂൾ കുട്ടികളെ നമ്മൾ ആ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ടാലൻറ്റുകളെ കണക്ട് ചെയ്യാൻ. അതിലൊരു ടാലൻ്റാണ് മഹാദേവ്. ആ മഹാദേവ് ഇന്ന് ബിൽഡ് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പ്, ഒരു IoT സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഡിയോസ് എന്നുള്ളൊരു സ്റ്റാർട്ടപ്പ്. ആ സ്റ്റാർട്ടപ്പ് എന്താണ്, AI കാലഘട്ടത്തിൽ AI യൂസ് ചെയ്തുകൊണ്ട് ഒരു കംപ്ലീറ്റ് ഹോം ഓട്ടോമേഷൻ ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഡിയോസ് എന്നുള്ളൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിതിനെ എന്ത് പറയാം? ടെക്കീസ് പാർക്കിന് സിലിക്കൺ വാലിയുടെ ഒരു മിനിയേച്ചറായിട്ട് പറയാം. മാർക്ക് സുക്കർബർഗിന് ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് മഹാദേവിനെ പറയാം. ഫേസ്ബുക്കിൻ്റെ ആൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് ഡിയോസ് പറയാം. ഇനി എന്തായി കേരളത്തിൽ നടക്കേണ്ടത്? ഈ ഡിയോസിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ആറാണ്ട് ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് ആവണം. പ്രൊഡക്റ്റ് ആയാലോ നമുക്ക് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാം, ആന്ധ്രാപ്രദേശിലേക്ക് കൊണ്ടുപോകാം, ഗുജറാത്തിലേക്ക് കൊണ്ടുപോകാം, ഉത്തർപ്രദേശ് 25 കോടി ജനങ്ങളിൽ അവിടേക്ക് കൊണ്ടുപോകാം. അപ്പം ഇന്ത്യ തന്നെ ഏറ്റവും വലിയ കൺസ്യൂമർ എക്കോണമിയാണ്, അത് നമ്മുടെ കയ്യിലുണ്ട്. അവർക്കൊക്കെ കൺസ്യൂമർ എക്കോണമി അല്ലാത്തതുകൊണ്ട് അവർക്കൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം പ്രൊഡക്റ്റ്. ബഹുഭൂരിപക്ഷം പ്രൊഡക്റ്റുകൾ മറ്റു രാജ്യക്കാർ ഡെവലപ്പ് ചെയ്താൽ നമുക്കങ്ങനെ വേണ്ട. നമുക്ക് കേരളം കഴിഞ്ഞാൽ മറ്റ് 27 സംസ്ഥാനം, 8 യൂണിയൻ ടെറിട്ടറീസും ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ടാൽറോപ്പ് പറഞ്ഞു വെച്ചാൽ കേരളത്തിൽ നല്ല വരുമാനം ഉണ്ടാക്കേണ്ടത്, കേരളം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടക്കേണ്ട സെൻറ്ററാണ്. കേരളം ആറാണ്ടി നടക്കേണ്ടതും കേരളം പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ട സ്പേസാണ്. കേരളത്തിൽ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് പോലെ കാണണം നമ്മൾ. കാലിഫോർണിയയുടെ സിലിക്കൺ വാലി അവർ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് കണ്ടതുപോലെ നമ്മൾ നമ്മുടെ കേരളത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് കണ്ട് ഇവിടുന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കി മറ്റ് രാജ്യങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കണം. അവിടുന്ന് വരുമാനം വരണം, അപ്പം നമുക്ക് ജോബ് കിട്ടും എന്നുള്ളതായിരുന്നു കോൺസെപ്റ്റ്. എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ കേരളത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ലോകത്തിന്റെ മാപ്പിൽ ഒരു താഴെ കിടക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമാണ്. അതെ. അപ്പോൾ ആ സംസ്ഥാനത്തെ 1000-ലധികം ഗ്രാമങ്ങളിൽ തുടങ്ങുന്നു, സ്കൂളിൽ തുടങ്ങുന്നു, കോളേജിൽ തുടങ്ങുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ പറയുന്ന കേരളം എന്ന് പറയുന്ന നമ്മുടെ ഇവിടുത്തെ തീരെ കുഗ്രാമങ്ങളടക്കം ലോകത്തോട് സംവദിക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇത് അതിമമാണോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ശരിക്കും കേരളത്തിൽ നമുക്കിപ്പോൾ 1064 ഗ്രാമങ്ങളാക്കിയിട്ടാണ് ടാൽറോപ്പ് കണ്ടത്. കാര്യം നമ്മളുടെ ഒരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കാര്യം നമ്മുടെ ഒരു ഏരിയയ്ക്ക് വലിയ ഫാക്ടറികളും വ്യവസായശാലകളും തുടങ്ങാൻ പറ്റുന്ന നാടല്ല. കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ ഒരു കോൺസെപ്റ്റിനെ പറ്റി നമ്മൾ അധികം സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചോദിക്കും വലിയ സിമെൻറ്റ് ഫാക്ടറി അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫാക്ടറി, വലിയ പ്രൊഡക്ഷൻ ഫാക്ടറീസ് ഇവിടെ വരാത്തത്, ഇപ്പോൾ BMWയുടെ ഫാക്ടറി വരാത്തത് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇവിടെ ഒരു 500 ഏക്കർ നാഷണൽ ഹൈവേക്ക് എടുത്ത് എയർപോർട്ടിനടുത്ത് എടുത്ത് കൊടുക്കാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല. അങ്ങനെ 500 ഏക്കർ ഒന്നും ഇവിടെ ഇല്ല. അപ്പം പക്ഷേ പോസിറ്റിവിറ്റി എന്താണ്? എഡ്യൂക്കേഷൻ. നമ്മുടെ വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് റൺ ചെയ്യേണ്ട സ്ഥലം എവിടെയാണ്? ഏറ്റവും വലിയ IT ഹബ് ആകേണ്ട സ്ഥലം എവിടെയാണ്? സ്റ്റാർട്ടപ്പ് ഹബ് ആകേണ്ട സ്ഥലം എവിടെയാണ്? നമ്മുടെ ഹെൽത്ത് കെയർ, നമുക്ക് അത്രയും വലിയൊരു സാധ്യത ഉണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി, ടൂറിസം ഹബ്ബാകാം. 365 ദിവസം സുന്ദരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ്. ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട്. പക്ഷേ ഈ പോസിറ്റിവിറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് കൾച്ചറിലേക്ക് വന്നുകൂടാന്ന് ചോദിച്ചാൽ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് ഇവിടെ നടന്നിട്ടില്ല. ടാൽറോപ്പ് എന്താ ചെയ്താൽ 140 കോളേജുകളെ സെലക്ട് ചെയ്ത് 140 ടെക്കീസ് പാർക്കുകൾ, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു മിനിയേച്ചർ സിലിക്കൺ
സിലിക്കൻ വാലിയുടെ മിനിയേച്ചർ. 140 സ്കൂളുകളിൽ ഇൻവെന്ററി പാർക്ക് പ്രോജക്റ്റ്, സയന്റിസ്റ്റുകൾ ഉണ്ടാക്കാൻ ഫ്യൂച്ചറായിട്ട് നമ്മളിപ്പോൾ ഇലോൺ മസ്ക് ആയാലും അല്ലെങ്കിൽ സ്പേസ് എക്സ് ചെയ്യുന്ന സയന്റിസ്റ്റുകൾ, ടെക്നോളജി എഞ്ചിനീയേഴ്സിനെ നമ്മൾ സ്കൂളുകളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. ഗ്രാമങ്ങളിലേക്ക് ഇത് അക്സസ് ചെയ്യണമല്ലോ, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കമ്മ്യൂണിറ്റി സ്പേസസ്, ടാലന്റുകളെ കണ്ടുപിടിക്കാനും ആശയങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള വില്ലേജ് പാർക്കുകൾ 1064 വില്ലേജ് പാർക്കുകളായിട്ട് ടാൽറോപ്പ് ചെയ്തു. അപ്പോൾ 2015 പറയുമ്പോൾ ഈ ചോദ്യം ഇങ്ങനെ നിൽക്കുകയാണ്, ഇത് നടക്കുമോ, നമ്മുടെ നാട്ടിൽ നടക്കുമോ? ഇന്ന് ടാൽറോപ്പ് എന്താ മോഡൽസ് കാണിച്ചു കൊടുത്തു. എങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ടാൽറോപ്പ് കംപ്ലീറ്റ് ചെയ്ത, എങ്ങനെയാണ് ടാലന്റുകളെ സ്കൂളുകളിൽ നിന്നും കോളേജിൽ നിന്നും കണക്ട് ചെയ്ത, എങ്ങനെയാണ് ഫേസ്ബുക്ക് പോലുള്ള ഇന്നോവേഷൻസ്. അപ്പോൾ 28 ഇൻഡസ്ട്രികൾ ടാൽറോപ്പ് തിരിച്ചു, 28 എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് 5 സ്റ്റാർട്ടപ്സ് ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ലേ? ഇപ്പോൾ എഡ്യൂക്കേഷനിൽ 5 സ്റ്റാർട്ടപ്പ് നമുക്ക് ഉണ്ടാക്കിക്കൂടെ, അഗ്രികൾച്ചറിൽ 5 സ്റ്റാർട്ടപ്പ് നമുക്ക് ഉണ്ടാക്കിക്കൂടെ, ഹെൽത്ത് കെയറിൽ 5 സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിക്കൂടെ? ഇപ്പോൾ സ്വിഗ്ഗിക്ക് 1 ലക്ഷം കോടിയാണ് വില, അതിൻ്റെ 1% 1000 കോടി വലിപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന ടാലൻസ് ഇവിടെ ഇല്ലേ? ഐഡിയ ഇല്ലേ എന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ഉണ്ട്. ഇതിനെ പ്രാക്ടിക്കലാക്കാനുള്ള ഫൗണ്ടേഷൻ 980 മരുഭൂമിയായിട്ടുള്ള ദുബായ്, UAE നമ്മൾ കാണുന്ന ഇന്നത്തെ ബുർജ് ഖലീഫ കാണുമ്പോൾ അത് വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അത് ഇപ്പം ഓക്കെ, ബുർജ് ഖലീഫ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് വിശ്വസിക്കാനൊന്നും വേണ്ട, പക്ഷേ 980 മരുഭൂമി കണ്ടിട്ട് അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റണമെന്ന് പറയുമ്പോഴാണ് 2015 ടാൽറോപ്പ് പറഞ്ഞ 2030 ഇവിടെ സിലിക്കൻ വാലി ആവും പറഞ്ഞാൽ ഇത് ടെക്നോളജിയുടെയും ഓണ്ടർപ്രണർഷിപ്പിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് ആകും. അതിനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. സ്കൂളിന് ഒരു ഇൻവെന്ററി പാർക്ക് ചെയ്തുകൂടെ, ഒരു കോളേജിന് ഇൻവെന്ററി പാർക്ക് ചെയ്തുകൂടെ, ഒരു ഗ്രാമത്തിൽ ഒരു ബിൽഡിംഗ് ഓണറിന് വില്ലേജ് പാർക്ക് ചെയ്തുകൂടെ? വലിയ വലിയ ബിൽഡിംഗ് കെട്ടിപ്പൊക്കുന്നതിനെ പറ്റിയല്ല. ഇപ്പോൾ ടാൽറോപ്പിന് 30,000 എംപ്ലോയീസ്, 30,000 ടീം മെമ്പേഴ്സ് വേണം ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. അവർ ഒരു വലിയ ബിൽഡിങ്ങിൽ കൊച്ചിയിൽ ഇരുത്തുന്നതിന് പകരം 1000 സ്ഥലത്ത് 30 പേരെ വീതം ഇരുത്തിക്കൂടെ എന്നുള്ളൊരു ആശയം. ഡിസ്ട്രിബ്യൂട്ടഡ് ക്യാപിറ്റൽ മെക്കാനിസം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡെവലപ്മെന്റ് മെക്കാനിസം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ട്, ടാലന്റിനുള്ള സ്കോപ്പ് ഇവിടെ ഉണ്ട്, ഇന്നോവേഷനുള്ള സ്കോപ്പ് ഉണ്ട്. വൺസ് ഇത് ഡെവലപ്പ് ചെയ്ത് മറ്റ് സ്റ്റേറ്റിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും പോയാൽ ക്യാഷ് ഇവിടേക്ക് വരും. സിലിക്കൺ വാലി ആവും. പിന്നെ അതെ, സിലിക്കൻ വാലി ആവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ 1064 ഗ്രാമങ്ങളെന്നാണ് പറയുന്നത്. അതെ, നിങ്ങളതിന് പണി ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. ഇപ്പോൾ എത്ര ഗ്രാമങ്ങളിൽ നിങ്ങളുടെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കും? 200 പഞ്ചായത്തുകളാണ്, 200 ഗ്രാമങ്ങളാണ് നമ്മുടെ കംപ്ലീറ്റ് ഡെവലപ്മെന്റ്സ് കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ വില്ലേജ് പാർക്ക് ഇപ്പോൾ ഡെവലപ്മെന്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത്? ആ പാർക്കിൽ സംഭവിക്കുന്നത് ഒരു വില്ലേജ് പാർക്കിന് ടാൽറോപ്പ് ഒന്നാമത് കാണുന്നത് ടാൽറോപ്പിന്റെ ഈ മിഷൻ, ടാൽറോപ്പിന്റെ വിഷൻ, ടാൽറോപ്പിന്റെ ബ്രാൻഡ് ആദ്യം ആ പഞ്ചായത്ത്, ആ ഗ്രാമത്തിൽ, ആ മുനിസിപ്പാലിറ്റി, ആ കോർപ്പറേഷനിലേക്ക് കൃത്യമായിട്ട് എത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ. 2, നമ്മൾ ഈ മഹാദേവനെ പിക്ക് ചെയ്ത പോലത്തെ ഏറ്റവും ബെസ്റ്റ് ടാലന്റുകളെയും അതുപോലെ ഐഡിയ ആശയങ്ങളും അവിടെ എന്ത് ചെയ്യും നമുക്ക് കിട്ടും. 3, നമ്മൾ ഓൾറെഡി R&D ചെയ്തേക്കുന്ന പ്രൊഡക്റ്റുകളുണ്ട്, സ്റ്റാർട്ടപ്പുകളുണ്ട്. ഇതിന് കൺസ്യൂമേഴ്സിനെ കണ്ടെത്തണം, കസ്റ്റമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യണം കണ്ടെത്തണം. 4, നമ്മുടെ ഇൻഫോ പാർക്കും ടെക്നോ പാർക്കും സൈബർ പാർക്കൊന്നും കുട്ടികൾ കാണുന്നില്ല, അവർക്ക് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ആവുന്നില്ല. അപ്പോൾ റിയൽ എഞ്ചിനീയേഴ്സും ഓണ്ടർപ്രണേഴ്സും ഗ്രാമങ്ങളിലുണ്ടാവണം. അപ്പോൾ മിനിയേച്ചർ ഓഫ് IT പാർക്സ് ഗ്രാമങ്ങളിലുണ്ടാവണം. ഈ 4 പർപ്പസിലാണ് നമ്മൾ വില്ലേജ് പാർക്ക് ചെയ്യുന്നത്. അപ്പം വില്ലേജ് പാർക്ക് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് 500 കോടി രൂപ ഫണ്ട് വേണം ഈ 1064 വില്ലേജ് പാർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഈ 500 കോടി കോർപ്പറേറ്റ് ഫണ്ട് കൊണ്ടുവരുന്നതിന് വരെ നമ്മളൊരു സിമ്പിൾ ബിസിനസ് മോഡൽ കൊണ്ടുവന്നു. ടാൽറോപ്പിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഒരു ബിൽഡിംഗ് ഓണറിൻ്റെ അടുത്ത് പറയണം, നിങ്ങളൊരു 40-50 ലക്ഷം മുടക്കി നമ്മൾ പറയുന്ന റിക്വയർമെൻറ്റ് പ്രകാരം എന്ത് ചെയ്യുക, ഒരു ഇൻഫ്രാസ്ട്രക്ചർ അവിടെ സെറ്റപ്പ് ചെയ്യുക. സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് ലീസ് തരിക. നമ്മൾ ഈ സ്റ്റാർട്ടപ്പുകൾ, ടാൽറോപ്പിൻ്റെ ഈ 140 സ്റ്റാർട്ടപ്പുകൾക്ക് സബ് ലീസ് കൊടുക്കും. അപ്പോൾ ഈ റെൻറ്റിലാണ് റവന്യൂ മോഡൽ, സിമ്പിൾ റവന്യൂ മോഡലാണ്. അവർക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ കെട്ടി ഫുള്ളി ഫേർണിഷ്ഡ് ആക്കി ലീസിന് തന്നു, നമ്മളത് സബ് ലീസിന് കൊടുക്കുന്നു. പക്ഷേ അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസാണ് സത്യത്തിൽ ഇന്നോവേഷൻ. നമ്മളുടെ ടാൽറോപ്പ് അവിടെ എസ്റ്റാബ്ലിഷ് ആവുന്നു, ടാലൻറ്റുകളെ കിട്ടുന്നു, നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് അവിടെ എത്തിക്കാൻ പറ്റുന്നു, ഒപ്പം മിനിയേച്ചർ ഒരു IT പാർക്കിൻ്റെ മിനിയേച്ചർ ഗ്രാമത്തിൽ ഉണ്ടാവുന്നു. ഇതായിരുന്നു വില്ലേജ് പാർക്ക് എന്നുള്ള കോൺസെപ്റ്റ്. എഗെയിൻ കേരളത്തിൽ ഇത് പോസിബിൾ ആണോ എന്ന ചോദ്യം ഇപ്പോഴും കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുവരെ കേൾക്കാത്തൊരാശയമാണ്. നമ്മളിതുവരെ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ നേർക്കുനേർ കണ്ടാൽ മാത്രം വിശ്വസിക്കാൻ തോന്നുന്നൊരാശയമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി കേരളം എങ്ങനെയാണ് നമ്മുടെ ലോകത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആവാൻ പറ്റുക എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്താ മറുപടി? അല്ല, അതിൽ നമ്മൾ പറയുന്നത് ഒന്ന് ഈ റിസൾട്ട് ആളുകൾ കാണണം. ഇവിടുന്ന് കേരളത്തിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്ത പ്രൊഡക്റ്റുകൾ മറ്റ് സ്റ്റേറ്റുകളിലും മറ്റു രാജ്യങ്ങളിലും പോയിട്ട് അത്രമേൽ ഫണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് കാണുന്ന ദിവസം അന്നാണ് ആളുകൾ ഇത് വിശ്വസിക്കുന്നത്. അതാണ് 2030 ടാൽറോപ്പ് പറഞ്ഞ സിലിക്കൻ വാലി. പക്ഷേ ഇപ്പോൾ ഇതുവരെയുള്ള പ്രോസസ്സ് വിശ്വസിക്കേണ്ടതാണ്. കാരണം 2017 ഒരു സ്കൂളിൽ പോയി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തു, അവിടുത്തെ ടാലൻ്റ് എടുത്ത് ഡെവലപ്പ് ചെയ്തു, ദെൻ 19 വയസ്സുകാരൻ എന്ത് ചെയ്തു, സ്റ്റാർട്ടപ്പ് ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അവൻ്റെ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ആർക്കും വന്നിരുന്ന് മഹാദേവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള മനസ്സിലാവും. ലോകത്തുള്ള ഇപ്പോൾ മഹാദേവിൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ പ്രീസീഡ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ 3 CR ഫണ്ട് ബുക്ക് ചെയ്യുന്ന എന്താണ്, ഇൻവെസ്റ്റേഴ്സിന് അവനിൽ അത്ര കോൺഫിഡൻസ് ഉണ്ട്. കാര്യം അവൻ 8 വർഷം എക്സ്പീരിയൻസ്ഡ് ആണ്. 19 വയസ്സേ ആയിട്ടുള്ളെങ്കിലും അവൻ 8 വർഷം എക്സ്പീരിയൻസ്ഡ് ആണ്. മാർക്ക് സുക്കർബർഗ് 19-ാം വയസ്സിൽ ഫേസ്ബുക്ക് തുടങ്ങുമ്പോൾ അവൻ 11 വർഷം എക്സ്പീരിയൻസ്ഡ് ആണ്. അവൻ 8-ാം വയസ്സിൽ പഠിച്ചു തുടങ്ങിയതാണ്. നമ്മുടെ പ്രശ്നം എന്താണ്, 22-23 വയസ്സ് കഴിയുന്ന കുട്ടികൾ പിന്നെ ഇന്റേൺഷിപ്പ് ആയിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾക്ക് ട്രസ്റ്റ് ഇല്ലാത്ത, സോളില്ല അവർക്ക്, അവരുടെ ആശയത്തിന് സോളില്ല. എന്തെങ്കിലും തുടങ്ങണമല്ലോ എന്ന് കരുതി തുടങ്ങിയതാണ്. പക്ഷെ മഹാദേവ് അങ്ങനെയല്ല. ഈ 8 വർഷം എക്സ്പീരിയൻസ് ചെയ്ത് ഇൻഡസ്ട്രി കണ്ട് അവൻ തന്നെ ഐഡന്റിഫൈ ചെയ്തൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ അവൻ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്തു. കാര്യം അവന് വേണ്ട
എൻ്റെ ഫെസിലിറ്റേഷൻ ടാൽറോപ്പിന് ഒരുക്കി കൊടുക്കാൻ പറ്റും. അവന് ഫസ്റ്റ് 100 വീട് വേണം, ആ 100 വീട് എടുത്ത് കൊടുക്കാൻ ടാൽറോപ്പിന് എത്ര സമയം വേണം? അപ്പോൾ അടുത്ത ഫേസിൽ 1000 വീട് വേണം, എത്ര സമയം വേണം ടാൽറോപ്പിന് എടുത്ത് കൊടുക്കാൻ? അത് കഴിഞ്ഞാൽ 1000 വീട് കഴിഞ്ഞ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് അടുത്ത 100 CR ഫണ്ട് വരും. ഓഫ് കോഴ്സ് വരും. കാര്യം ഇതിവിടെ റിസൾട്ട് കാണിച്ചു കൊടുത്താൽ അടുത്ത സ്റ്റേറ്റ്സിലേക്ക് അടുത്ത രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ എന്താ ബുദ്ധിമുട്ട്? ഇല്ല. ഇത് വരുന്നൊരു ദിവസമുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞെന്താണ്, ഈ എല്ലാ റിസൾട്ടിനും ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സിൽ ആരെങ്കിലുമൊക്കെ വിശ്വസിക്കണം, പ്രോസസ്സിൽ എല്ലാവരും വിശ്വസിക്കേണ്ട. നമ്മളൊരു കോളേജിനോട് ടെക്കി സ്പാർക്ക് ചെയ്യാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിങ്ങളുടെ കോളേജ് നമ്പർ 1 ആക്കണമെങ്കിൽ നിങ്ങളൊരു ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പ്രോജക്റ്റ് ചെയ്യും. ഒരു സ്കൂളിനോട് പറഞ്ഞു, എത്ര സ്കൂൾസാണ് ഉള്ളത്, നിങ്ങളുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിങ്ങളുടെ സ്കൂളിലെ നമ്പർ ആക്കണമെങ്കിൽ സയൻറ്റിസ്റ്റുകളെ മേക്ക് ചെയ്യുന്ന ഒരു സ്കൂളാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നാൽ ഒന്നുകൂടെ ക്ലാരിറ്റിയോടെ, ഒരു വില്ലേജിൽ ഒരു പാർക്ക് തുടങ്ങാൻ ഒരാൾ മുൻകൈ എടുക്കുകയാണ്, അയാൾക്കുണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെറ്റർ റെൻ്റാണ് അവർക്ക് കിട്ടുന്ന സംവിധാനം. ഇപ്പം ബാങ്കിലൊക്കെ ഒരു 12% ഒക്കെ അങ്ങ് ഏറ്റവും വരുന്ന സംവിധാനം പറയുകയാണെങ്കിൽ ഒരു എന്താണ്, എൻ്റെ ഒരു എക്സ്പെൻസ് ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ 18% മിനിമം റിട്ടേൺ കിട്ടുന്ന ഒരു പ്ലാനാണ് സംവിധാനം. ഒരു ഗ്രാമത്തിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് അവർക്ക് എന്ത് ചെയ്യാം, ലീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ബെനിഫിറ്റാണ്. നമ്മൾ പറഞ്ഞെന്താണ്, ഒരിക്കലും അവിടെ എന്തെങ്കിലും ഒരു കോഴ്സ് നടത്തിയിട്ടല്ല അവിടെ വരുമാനം. ഇവിടെ ഡിജിറ്റൽ അസറ്റ് മേക്കിംഗ് കമ്പനിയാണ് ടാൽറോപ്പ്. ഈ ഡിജിറ്റൽ അസറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒരു പ്ലേസാണ്. നമുക്ക് കൺസ്യൂമേഴ്സിനെ കണ്ടെത്താൻ ഹെൽപ്ഫുള്ളാണ്, നമുക്ക് ടാലൻറ്റുകളെ കണ്ടെത്താൻ, ഐഡിയ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒപ്പം നമ്മൾ ഈ അസറ്റ്സ് മേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പെർസെൻറ്റേജ് എക്സ്പെൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളതിനെ കാണുന്നത്. ഒരാൾക്ക് IT ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്ത് ഇത് റൺ ചെയ്യത്തില്ല, ഒരാൾക്ക് ഒരു IT കമ്പനി എടുത്ത് ഇത് റൺ ചെയ്യത്തില്ല. അസറ്റ് മേക്കേഴ്സ് ആയതുകൊണ്ടാണ് നമുക്ക് റൺ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞു 30,000 പേരെ ഒരു വലിയ ബിൽഡിങ്ങിൽ കോർപ്പറേറ്റിൻ്റെ ഫണ്ട് കൊണ്ട് ഇരുത്തുന്നതിനേക്കാളും ബെറ്റർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. നിങ്ങളൊരു പാർട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബെനിഫിറ്റ് കിട്ടും, നമുക്ക് അതിനേക്കാളും ബെനിഫിറ്റ് കിട്ടും. നമ്മൾ 30,000 പേരെ കൊച്ചിയിൽ ഇരുത്തിയാൽ ഈ കേരളത്തിലെ ഗ്രാമങ്ങളിൽ നമ്മുടെ പ്രൊഡക്റ്റ് എത്തില്ല. എത്തണമെങ്കിൽ നമ്മളവിടെ ഉണ്ടായിരിക്കണം. അവിടുത്തെ ഒരു ടാലൻറ്റ്, ഈ മഹാദേവന് നമ്മൾ അന്ന് തിരുവനന്തപുരം ജില്ലയിൽ വാമനപുരം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പാങ്ങോട് പഞ്ചായത്തിലെ KVUPS കൃഷ്ണവിലാസ് അപ്പർ പ്രൈമറി സ്കൂൾ എന്നുള്ള സ്കൂളിൽ പോയില്ല എങ്കിൽ എങ്ങനെ മഹാദേവനെ കിട്ടും? നമ്മൾ കൊച്ചിയിൽ ഇവിടെ ഇൻഫോ പാർക്കിൽ ഇരുന്നു, ടെക്നോ പാർക്കിൽ ഇരുന്നു തിരുവനന്തപുരത്ത് എന്ന് കരുതി നമുക്ക് ഒരിക്കലും മഹാദേവനെ കിട്ടില്ല. നമ്മൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങി നിൽക്കണം. അപ്പം വിൻ വിനാണ്, അവർക്കും ബെനിഫിറ്റാണ്, നമുക്കും ബെനിഫിറ്റ്. നമ്മൾ പറയുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റേറ്റ് ചെയ്യൂ, നമ്മൾ എന്ത് ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് റെൻറ്റ് തരാം. എന്നിട്ട് നമ്മുടെ ബിസിനസ് മോഡൽ, നമ്മളൊരു അസറ്റ് മേക്കേഴ്സ് ആണെന്നും നമ്മൾ R&D ചെയ്ത് ഇവിടുന്ന് അസറ്റ്സ് ഉണ്ടാക്കുന്നു, മറ്റ് സ്റ്റേറ്റിൽ നിന്ന് മറ്റ് രാജ്യത്ത് കൊണ്ടുപോകുന്നു. അതാണ് ഇപ്പോൾ നമ്മുടെ UAE-യിലേക്ക് വലിയ കോൺക്ലേവ്. അറബ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് നമ്മുടെ അസറ്റ്സിൽ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാണുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് കൺസ്യൂമർ എക്കോണമിയിൽ നിന്ന് എത്ര $1 ബില്യൺ ഇവിടുന്ന് റൈസ് ചെയ്യാൻ അവർ മനസ്സിലാക്കിയാണ്. അപ്പോൾ അതിന് പറ്റുന്ന അസറ്റ്സ് വന്നു കഴിഞ്ഞാൽ അവർ ബാക്ക് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടും എങ്ങനെയാണ്, നമ്മൾ റിസൾട്ട്സ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ കേരളത്തിലേക്ക് എല്ലാ രാജ്യക്കാർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ധൈര്യം വരുന്ന ദിവസമാണ് ഈ സിലിക്കൺ വാലി മിഷൻ കംപ്ലീറ്റ് ആവുന്നത്. ടാൽറോപ്പ് എന്ന പേര് തന്നെ ടാലൻട്രോപ്പിക് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതിന് നൂതനമായ ആശയമാണ്. ഇപ്പം നിലവിൽ 10 വർഷം കൊണ്ട് നിങ്ങളുടെ പ്രവർത്തന കാലയളവിൽ 2030 എത്തുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വിഷനിലേക്ക് എത്തുന്നു എന്ന് കോൺഫിഡൻറ്റോടെ പറയാൻ കഴിയുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് കാര്യം എന്ന് പറഞ്ഞാൽ 140 സ്റ്റാർട്ടപ്സ് എന്നാണ് നമ്മൾ അന്ന് മുതൽ പറഞ്ഞിരുന്നത്. നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പിന് 1000 കോടി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ സ്വിഗ്ഗി എന്നുള്ള സ്റ്റാർട്ടപ്പിന് കർണാടകയിൽ ഒരു പയ്യൻ ഉണ്ടാക്കിയതിന് 1 ലക്ഷം കോടി ഉണ്ടെങ്കിൽ അതിൻ്റെ 1% വലിപ്പമുള്ള സ്റ്റാർട്ടപ്പ് ഇവിടുന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 140 സ്റ്റാർട്ടപ്സ് 1000 കോടിയാക്കിയാൽ 1,40,000 കോടിയുടെ അസറ്റ്സ് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ 28 ഇൻഡസ്ട്രിയിൽ 28 എക്കോസിസ്റ്റം ഉണ്ടാക്കി. എന്നിട്ട് 5 സ്റ്റാർട്ടപ്സ് ഇത് നമ്മൾ ബിൽഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ 140 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിൽ 3 കോളേജ് ചെയ്ത് 420 കോളേജുമായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ കോളേജിൽ തയ്യാറായി, ഓക്കെ ഒരു കോളേജ് ഞാൻ ടെക്കി സ്പാർക്ക് ചെയ്യാം, നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞു വന്നു. 140 സ്കൂളുകൾ ഇൻവെൻറ്ററി പാർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 22 സ്കൂളിലെ ഇൻവെൻറ്ററി പാർക്കിൻ്റെ കൺസ്ട്രക്ഷൻ നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ 2027 ആകുമ്പോഴേക്ക് ജൂലൈ 1 നമ്മൾ ഇട്ടേക്കുന്ന ഡേറ്റ് ആകുമ്പോൾ ഈ 140 ടെക്കീസ് പാർക്കും കംപ്ലീറ്റ് ആവും, ഈ 140 ഇൻവെൻറ്ററി പാർക്കും കംപ്ലീറ്റ് ആവും. 1064 വില്ലേജ് പാർക്കിൽ ഇപ്പോൾ 200 നമ്മൾ ബിൽഡിങ്ങിൽ ചെയ്യുന്നു, 400 ഇപ്പോൾ ലാൻഡിൽ ചെയ്യുന്നു. നല്ല ബുക്കിംഗ് ആയി, ഇപ്പോൾ 1000-ഓളം ബുക്കിംഗ് ആയി. അപ്പോൾ അതായത് 600 വില്ലേജ് പാർക്ക് ഇപ്പോൾ ഈ 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആവും. അപ്പോൾ 2030 ആകുമ്പോൾ പിന്നെ ഒരു മാറ്റർ ഓഫ് ടൈമാണ്. 2030 ആകുമ്പോൾ ഈ 1064 ഗ്രാമങ്ങളും കംപ്ലീറ്റ് ആവും. ഇപ്പോൾ നമ്മൾ വളരെ അഗ്രസീവായിട്ട് ഇപ്പം മറ്റ് സ്റ്റേറ്റ്സ് 16 സ്റ്റേറ്റ്സ് നമ്മളിപ്പോൾ കവർ ചെയ്തു. ഇതിനിപ്പോൾ 19 സ്റ്റേറ്റ്സും കൂടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പോൾ 46 ലീസ്റ്റ് ഡെവലപ്ഡ് നേഷൻസ് നമ്മൾ മാപ്പ് ചെയ്തു. ആദ്യം സുഡാൻ നമ്മളിപ്പോൾ കവർ ചെയ്തു. ആ മോഡൽ വെച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് ഡെവലപ്ഡ് നേഷൻസ് പെട്ടെന്ന് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. 44 ഡെവലപ്ഡ് നേഷൻ നമ്മളിപ്പോൾ USA, UK, സിംഗപ്പൂർ, UAE ഈ 4 രാജ്യങ്ങളെ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു മോഡൽ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് 44 ഡെവലപ്ഡ് നേഷൻസിലേക്ക് ഇത് പോകും. ഇന്ത്യ പോലെ 103 ഡെവലപ്പിംഗ് നേഷൻസ് എത്തിക്കാൻ ഇന്ത്യ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മോഡൽ. അത് കഴിഞ്ഞാൽ 2030 ആകുമ്പോൾ ഈ 193 രാജ്യങ്ങളിൽ നമ്മൾ ആക്സസ് ആവും. അപ്പോൾ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്സ്, നമ്മുടെ ഈ ടാൽ റോപ്പിംഗ് കോൺസെപ്റ്റ് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ഇന്റേണൽ ടീം, നമ്മുടെ 1200-ഓളം പേരുടെ ടീമാണ്, അതിലൊരു 60 ടീമാണ് ഇതിനെ ഗ്രൗണ്ടിൽ നിന്ന് ബാക്ക് ചെയ്യുന്നത്. ഈ ടീമിന് എന്ത് ചെയ്യാൻ പറ്റി, ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റി, ഇത് മനസ്സിലാക്കാൻ പറ്റി. ഓക്കെ, സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ടീമിന് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, നാഷണൽ ഡെവലപ്മെൻറ്റ് ടീമിന് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ടീമിന് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായ ക്ലാരിറ്റി മോഡൽ കിട്ടി.
കിട്ടി. അതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ ചെയ്താൽ മതി. അപ്പോൾ 2030 ആകുമ്പോഴേക്ക് 1,40,000 കോടിയുടെ അസറ്റ് ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ആവും. നമ്മുടെ സ്റ്റേറ്റ്സിലേക്ക് മറ്റു രാജ്യക്കാരും അത് മറ്റു സ്റ്റേറ്റുകാരും എന്ത് ചെയ്യും, ഇവിടെ എത്തും എന്നുള്ള സംവിധാനം നമുക്ക് മോഡൽസ്, നമ്മൾ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും ഓരോ മോഡലും എന്ത് ചെയ്തിട്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റും. പിന്നെ അട്ടപ്പാടിയിൽ നമുക്ക് IT പാർക്കുണ്ട്, അവിടുന്ന് ട്രൈബൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്, അവർ സ്റ്റാർട്ടപ്പ് തുടങ്ങി. ഇപ്പോൾ ആറ്റ്മിൽ എന്നുള്ള അട്ടപ്പാടിയുടെ പ്രോഡക്ട്സുകൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കുന്നത്. ഇതുപോലെ ചൈനയുടെ കുടിൽ വ്യവസായങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ എത്തിക്കാൻ ജാക്മ അലിബാബ ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ജാക്മ അവിടെ നിന്നുണ്ടായി, അലിബാബ അവിടെ നിന്നുണ്ടായി. ഇനി അത് എക്സ്പാൻഡ് ചെയ്യപ്പെടണം. അതിനാണ് ഇത്രയും ഒരു ടൈം നമ്മൾ പറയുന്ന സംവിധാനം. പക്ഷേ ഈ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഒരു ഉട്ടോപ്യൻ ആശയമുണ്ടല്ലോ, നടക്കില്ല എന്നുള്ള സംവിധാനം, അതങ്ങ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം, റിസൾട്ട് വരണം. ആ റിസൾട്ടിന് നമ്മൾ സമയം കൊടുത്തേ പറ്റുള്ളൂ. ഇപ്പോൾ മഹാദേവിൻ്റെ പ്രൊഡക്റ്റ് 6 കഴിഞ്ഞു, മാർക്കറ്റിന് ആവശ്യമുള്ളതാണെന്ന് മനസ്സിലായി, അവന് ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇനി അത് സ്കെയിൽ ചെയ്തെത്താനുള്ള സമയം കൊടുക്കണം. ഇപ്പോൾ 19 വയസ്സുകാരൻ മാർക്ക് സുക്കർബർഗ് വന്നിട്ട് 24 വയസ്സിലല്ലേ അവൻ ബ്രേക്ക് ഇവൺ ആയത്. 24 വയസ്സാകും മഹാദേവും ബ്രേക്ക് ഇവൺ ആവും. ഇപ്പോൾ സഫീർ പറയുന്നത് ഒരു കാര്യം ലോജിക്കലാണ് എന്ന് പറഞ്ഞാൽ, ഇത്രത്തോളം ജനസംഖ്യയുള്ള രാജ്യത്ത് നമുക്ക് ഓഫ് കോഴ്സ് ടാലൻ്റ് ഉണ്ട്. പക്ഷേ ടാലൻറ്റുകൾ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ക്യാച്ച് ദ മെൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ 10ാമത്തെ വയസ്സ് തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. നമ്മുടെ ഒരു സാമ്പ്രദായിക പരമ്പരാഗത വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ അതത്ര എളുപ്പമല്ല. ഈ ഒരു സാധനം സർക്കാരിന് മുന്നിൽ എങ്ങനെയാണ് പറയുക, ഇതെങ്ങനെയാണ് ഈ കുട്ടികളെ അവിടെ നിന്ന് എങ്ങനെ പിടിക്കാൻ പറ്റുമെന്നാണ് പറയാൻ പറ്റുക? ഇതിലൊരു വലിയൊരു വെല്ലുവിളിയുണ്ട്. നമ്മളത് കാണേണ്ട ഒരു പ്രാക്ടിക്കൽ സംവിധാനമുണ്ട്. നമ്മൾ പറയല്ലോ 15,000 സ്കൂളുകളിൽ ഒരു 13,000 സ്കൂളുകൾ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന സ്കൂളുകളാണ്. ഒരു 8,000 എയ്ഡഡ് സ്കൂളും ഒരു 5,000 ഗവൺമെൻറ് സ്കൂളും. ഈ 13,000 സ്കൂളും സാലറി കൊടുക്കുന്ന ഗവൺമെൻറ്റാണ്. ഇവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ 40 വയസ്സിന് മുകളിലായി. ഈ ടീച്ചേഴ്സിനെ AA അറിയുന്നത് മനസ്സിലാകില്ല. AA കാലഘട്ടമാണ്. AA കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ജോബ് റീപ്ലേസ് ചെയ്യും. ഇനി വരാൻ പോകുന്ന ഒരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. കാര്യം ടെലിഫോൺ ബൂത്തിലെ ചേച്ചി ഇങ്ങടെ ജോബ് പോകും കേട്ടോ, ഒരു മൊബൈൽ ഫോൺ വരുമെന്ന് പറയുമ്പോൾ, ഒരു കാളവണ്ടിക്കാരൻ ചേട്ടാ ഇങ്ങടെ ജോബ് പോകും കേട്ടോ, ഒരു ഓട്ടോറിക്ഷ വരുമെന്ന് പറയുമ്പോൾ അവർക്ക് എത്രത്തോളം മനസ്സിലാകാത്ത ഒരു സാഹചര്യം ഉണ്ടോ അത് ഇവർക്കും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗവൺമെൻറ്റിന് മുമ്പിലുള്ള വെല്ലുവിളി എന്ന് ആലോചിച്ച് നോക്കിയേ. AA സിലബസ് കൊണ്ടുവന്ന് ഓരോ കുട്ടിക്കും അവർക്ക് എന്താണോ ആപ്റ്റിറ്റ്യൂഡ് അതിനനുസരിച്ചിട്ടുള്ള സിലബസ് ഡെവലപ്പ് ചെയ്ത്, വരയ്ക്കാൻ കഴിയുന്ന കുട്ടിയെ ഡിസൈനിലെത്തിച്ച്, ഓണ്ടർപ്രണർഷിപ്പ് ആണെങ്കിൽ അങ്ങോട്ട് എത്തിച്ച്, ടെക്നോളജി ആണെങ്കിൽ അവിടെ എത്തിച്ച്, സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ എത്തിക്കണമെങ്കിൽ ഗവൺമെൻറ് ഒരു സ്കൂളിൽ ചെയ്യേണ്ട ഫെസിലിറ്റേഷൻ എന്താണ്, അവിടെ അതിനെ ഫാക്കൽറ്റി ടീച്ചേഴ്സിനെ കൊണ്ടുവരേണ്ട സംവിധാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് നിയർലി ഇമ്പോസിബിൾ ആണ്. ഗവൺമെൻറ്റിനൊരു ചേഞ്ച് കൊണ്ടുവന്ന് ഈ സിസ്റ്റം മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നിയർലി ഇമ്പോസിബിൾ, ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഈ 13,000 സ്കൂളുകളിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ആരുടെ കയ്യിൽ ഉത്തരമില്ല, ഒരു സിലബസ് കമ്മിറ്റിയിൽ ഉത്തരമില്ല, ഒരു ഗവൺമെൻറ്റിലും ആൻസർ ഇല്ല. അവിടെ തന്നെ അതുകൊണ്ട് തന്നെ ഈ 2,000 പ്രൈവറ്റ് സ്കൂളിൽ എന്തെങ്കിലും ഒരു വലിയ ഇനിഷ്യേറ്റീവ് നടന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് എത്ര ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട്. കാര്യം നമ്മുടെ ഗവൺമെൻറ് സ്കൂളിൽ ഇപ്പോഴും പ്രൈവറ്റ് കമ്പനീസിന് കയറത്തില്ല, മനസ്സിലായി, അവിടെ ഒരു കൊമേഴ്ഷ്യൽ പ്രോഗ്രാം ചെയ്യത്തില്ല. അപ്പം എന്താണ്, ഈ സിലബസിലുള്ളതല്ലാതെ വെളിയിൽ നിന്നുള്ള ഒരു സംവിധാനം കൊടുക്കത്തില്ല. ഇപ്പോൾ ഇൻഡസ്ട്രി അക്കാഡമി, ഗ്യാപ്പ് ബ്രിഡ്ജ് ആൻഡ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ്, ഇങ്ങനെ കുറേ കോൺസെപ്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രായോഗികത ഉണ്ട്. ഇപ്പം ട്രയൽ റൺ നടക്കുകയാണ്. ഇപ്പം 3 ക്യാമ്പസ് 5 ക്യാമ്പസുകളിലേക്കാണ് നടക്കുന്നത്. അവിടെയാണ് ടാൽറോപ്പ് പറഞ്ഞു വെച്ചാൽ ഒരു പാരലൽ സിസ്റ്റം ഉണ്ടാവണം. കാര്യം നമ്മൾ സ്പൂൺ ഫീഡിംഗ് ഒന്നും ചെയ്യണ്ട, കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാനും അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കൊടുത്താൽ മതി. ഒരു സർക്കാർ സംവിധാനത്തോട് ഇക്വേറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ കൂടിയും ടോൾ ഡ്രോപ്പിന് കഴിയുന്നത് പോലെ ഒരു സമാന്തര നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണ്. അതെ. ശരിക്കും ഗവൺമെൻറ് ഫെസിലിറ്റേറ്ററും പ്രൈവറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് ടാൽറോപ്പ് അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ഗവൺമെൻറ്റും പ്രൈവറ്റും തമ്മിലുള്ള ഒരു വേർതിരിവ് മനസ്സിലായിട്ടില്ല. ഗൂഗിൾ ഉണ്ടാക്കേണ്ടത് പ്രൈവറ്റാണ്, മൈക്രോസോഫ്റ്റും മെറ്റേക്ക് ഉണ്ടാക്കേണ്ടത് പ്രൈവറ്റാണ്. ഗവൺമെൻറ് അവിടെ പോളിസി മേക്ക് ചെയ്യുന്നതും ഫെസിലിറ്റേഷനൊക്കെയാണ്. മൊണോപ്പൊളി ഉണ്ടാകാതെ നോക്കുക, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നെന്ന് ഉറപ്പുവരുത്തുക, നീതി ന്യായമൊക്കെ എല്ലാം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേഷനും കൺട്രോൾ ചെയ്യപ്പെടുന്നവരാണ്, എവിടെ നിർത്തണം എന്നൊക്കെ തീരുമാനിക്കുന്നവരാണ്. ഗവൺമെൻറ് എല്ലാം നടത്തേണ്ടത്. നമ്മൾ അന്ന് മുതൽ പറയുന്ന ഒരു സംവിധാനമുണ്ട്, ഗവൺമെൻറ് ബസ് നടത്തേണ്ടവരാണ്. ഗവൺമെൻറ് ബസ് നടത്തേണ്ടവരാണെന്ന് വെച്ചാൽ ഒരിക്കലുമല്ല. പ്രൈവറ്റ് ബസ് ഓടാൻ ഒരിക്കലും പറ്റില്ല. പ്രൈവറ്റ് ബസ് ഓടിയിട്ട് ഒരിക്കലും വരുമാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് ഗവൺമെൻറ് ബസ് ഓടേണ്ടത്. അവിടെയും ഗവൺമെൻറ് സത്യത്തിൽ ഒരു പ്രൈവറ്റ് ബസ്സിന് സബ്സിഡി കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ ടോട്ടൽ എത്രയാണ് ഓടി വരുന്നത് അവിടെ പേസ് കൊടുത്തേ. കാര്യം ഗവൺമെൻറ് ഇവിടെ ബിസിനസ് എടുത്തേണ്ടവരല്ല, ഗവൺമെൻറ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ബസ് ഓടാൻ ഇവിടെ പ്രൈവറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് KSRTC നടത്തുന്നത് എന്നൊരു ചോദ്യമണ്ട്. അപ്പോൾ ഈ തിരിച്ചറിവില്ലാത്ത, എന്നാൽ ഗവൺമെൻറ് ഇപ്പം പ്രൈവറ്റിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്ത് പറയും, എല്ലാം വിട്ടു തൊലയ്ക്കുന്നു, എല്ലാം പ്രൈവറ്റിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു സംവിധാനം പറയും. അപ്പോൾ ഇതൊരു വലിയ ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കോൺട്രവേഴ്സറി ടോപ്പിക്കുമാണ്. അവിടെയാണ് ടാൽറോപ്പ് പറഞ്ഞു വെച്ചത്, ഓക്കെ ആ കോൺട്രവേഴ്സറീസ് നിങ്ങൾ മാറ്റിവെക്കുക, എന്നിട്ട് ഒരു പ്രൈവറ്റ് ചെയ്യേണ്ട മേഖലയിൽ ഫോക്കസ് ചെയ്യും. എന്നിട്ട് എന്ത്, ഒരു പാരലൽ സിസ്റ്റം ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഉണ്ടാക്കിയതാണോ ടെലിഫോൺ ബൂത്ത്, ഗവൺമെൻറ് ഉണ്ടാക്കിയതാണോ ലാൻഡ് ഫോൺ, ഗവൺമെൻറ് ഉണ്ടാക്കിയതാണോ മൊബൈൽ ഫോൺ? അല്ല, ഇത് തന്നെയല്ലേ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇവിടെ മുമ്പ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കാൻ പാടില്ലായിരുന്നു, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ സേവ് ചെയ്യാൻ. ഗവൺമെൻറ് എപ്പോഴും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നവരാണ്, ഗവൺമെൻറ് എപ്പോഴും ഒരു കൺട്രോൾ ചെയ്യപ്പെടുന്നവരാണ്. പക്ഷേ ഓൺലൈൻ ആപ്ലിക്കേഷൻ തടഞ്ഞു വയ്ക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇമെയിൽ തടഞ്ഞു വയ്ക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇമെയിൽ കൊണ്ടുവന്ന ഗവൺമെൻറ് ആണോ? അല്ല. അപ്പോൾ പ്രൈവറ്റ് സിസ്റ്റമാണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും ഗവൺമെൻറ് ഇത് കൺട്രോൾ ചെയ്യേണ്ടവരും ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ടവരുമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ നാട്ടിൽ
സംസാരം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഗവൺമെൻറ്, IT പാർക്ക് ഗവൺമെൻറ്, IT ബിസിനസ് ആയിരിക്കും ഗവൺമെൻറ്, സ്റ്റാർട്ടപ്സ് ആയിരിക്കും ഗവൺമെൻറ്, പിന്നെ പ്രൈവറ്റിന് എന്താ പണി? ചോദ്യമുണ്ട്. ഇതെല്ലാം ഗവൺമെൻറ് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ്, അപ്പോൾ പ്രൈവറ്റാണ് ചെയ്യേണ്ടത്. ഗവൺമെൻറ് ഇതിൻ്റെ ഫെസിലിറ്റേഷനാണ്. പിന്നെ പ്രൈവറ്റ് വരാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടൊരു ആദ്യം ഒന്ന് തുടങ്ങി കാണിച്ചു കൊടുക്കണം. ഇത് ഭയങ്കര കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് ആണ് കേട്ടോ, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏത് ഗവൺമെൻറ് ചെയ്യണം, ഏത് പ്രൈവറ്റ് ചെയ്യണം, ഏത് പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിൽ ചെയ്യണമെന്ന് കേരളത്തിന് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. ആ തിരിയാത്തത് കൊണ്ടാണ് ടാൽറോപ്പ് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറയണം ഇതൊക്കെ പൂർണ്ണമായിട്ട് പ്രൈവറ്റ് കൊണ്ടുവരേണ്ട സംവിധാനം. ഈ സ്റ്റാർട്ടപ്പ് മേഖലയ്ക്ക് എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രൈവറ്റ് കൊണ്ടുവരേണ്ട സംവിധാനമാണ്. പക്ഷേ ഗവൺമെൻറ്റിന് മേ ബി സബ്സിഡീസ് അല്ലെങ്കിൽ ലോണായിട്ട് കൊടുക്കാൻ പറ്റും, ഗ്രാൻഡായിട്ട് കൊടുക്കാൻ പറ്റും, ചിലപ്പോൾ മെൻറ്റർഷിപ്പ് കൊടുക്കാൻ പറ്റും. അതൊക്കെ ഇവിടെ വളരെ എഫക്റ്റീവായിട്ട് ഒരുപാട് ഗവൺമെൻറ് ഏജൻസീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഗവൺമെൻറ് ഏജൻസീസ് മാത്രം ചെയ്താൽ മതി എന്നുള്ള സംവിധാനം തെറ്റാണ്. അങ്ങനെ ഒരിക്കലും ഇവിടെ വരില്ല. സഫീർ പഠിക്കുന്ന കാലത്ത് സമർത്ഥനായ വിദ്യാർത്ഥിയാണ്, നല്ല ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ ജോലിയെ കളഞ്ഞ് ഈ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ നിൽക്കുകയാണ്. 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് തൃപ്തനാണ്. കാര്യം നമ്മുടെ ലൈഫ് പോളിസി തന്നെ ഡിസൈൻ ചെയ്തൊരു ട്രാപ്പ് റിവാർഡ് പേർപ്പസ് പോളിസിയിലാണ്. കാര്യം എനിക്കിപ്പോൾ ഇതിൽ നിർത്തി പോകത്തില്ല. കാര്യം ഞാൻ ട്രാപ്പിലാണ്. അത് എനിക്കിപ്പോൾ നല്ലൊരു ജോബ് കിട്ടി, ഇപ്പോൾ റിയാദിലൊരു നല്ല ജോബ് കിട്ടി എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകത്തില്ല. കാര്യം ഞാൻ അത്രമേൽ കമ്മിറ്റഡ് ആണ് ഈ വിഷയത്തിൽ. അപ്പോൾ ട്രാപ്പാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നത് BMW കണ്ടിട്ടോ ബെൻസ് കണ്ടിട്ടോ അല്ല. ഇന്ന് ഞാൻ എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞാൻ വീഴും എന്നുള്ള എൻ്റെ ബോധം കൊണ്ടാണ്. ട്രാപ്പാണ്. 2, ഞാൻ ഏറ്റവും ബെറ്റർ ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ആളാണ്. 8 മണിക്കൂർ സുന്ദരമായിട്ട് ഉറങ്ങി അത്രയും സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരാളാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, റിവാർഡുണ്ട്. കാര്യം നാളെ എനിക്ക് റിഗ്രറ്റ് ചെയ്യരുത്, ഇത് വിദേശത്തൊക്കെ ഓഫർ കിട്ടിയിട്ട് പോവാതെ ഇതിവിടെ ചെയ്തിട്ട് മണ്ടത്തരമായല്ലോ എന്ന് നാളെ തോന്നാതിരിക്കാനുള്ള എല്ലാ റിവാർഡും എനിക്ക് കിട്ടുന്നുണ്ട്. 3 ഒരു അൾട്ടിമേറ്റ് പർപ്പസ് നമുക്കുണ്ട്. കണ്ണില്ലാത്ത മനുഷ്യനിവിടെ ഉണ്ട്. ആ കണ്ണില്ലാത്ത മനുഷ്യനൊരു ബയോണിക് വെച്ച് കൊടുക്കാൻ നമുക്ക് പറ്റണം. കൈയില്ലാത്ത മനുഷ്യനിവിടെ ഉണ്ട്. ആ കൈക്ക് ഒരു റോബോട്ടിക് ആംസ് വെച്ച് കൊടുക്കണം. കാലില്ലാത്ത മനുഷ്യന് റോബോട്ടിക് ലെഗ്സ് വെച്ച് കൊടുക്കണം. എങ്കിൽ ഇൻവെൻഷൻ വേണം, അതിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, അത് അവരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതിന് കംപ്ലയിൻറ്റ് വന്നാൽ സർവീസ് ചെയ്യപ്പെടണം. അപ്പോൾ ഇൻവെൻഷൻ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സർവീസ്, അതാണ് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ, ടെസ്ല പോലുള്ള കമ്പനികൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് നമുക്കത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല? വേൾഡിലുള്ള എല്ലാ ഇൻവെൻഷൻസും ഉപയോഗിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ നമ്മൾക്ക് ഇതുവരെ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലല്ലോ. 193 രാജ്യങ്ങളിലെ മനുഷ്യർക്ക് വേണ്ടി നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതാണ് നമ്മുടെ പേർപ്പസ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സിലിക്കൻ വാലി ആക്കുന്നത്? ഗൂഗിൾ പോലൊരു കമ്പനി തുടങ്ങുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സമൂഹം നേരിടുന്ന അറ്റ്ലീസ്റ്റ് ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷനെങ്കിലും അതിൻ്റെ ഒരു ഇൻവെൻഷൻ കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അത് സർവീസ് ചെയ്യപ്പെടണം. അപ്പോൾ പേർപ്പസ് ഉണ്ട്. അപ്പോൾ ട്രാപ്പ് റിവാർഡ് പേർപ്പസ് ആയതുകൊണ്ട് തന്നെ റിഗ്രറ്റ് ഇല്ല, ഒരു ലക്ഷ്യമുണ്ട് എന്താണ് ചെയ്യേണ്ടത്. ഒരു ചോദ്യം കൂടെ. അപ്പോൾ 2030 നിങ്ങളുടെ ഡെഡ് ലൈൻ. 2030 പൂർത്തിയാകും എന്ന് പ്രതീക്ഷിക്കാം. അതെ. 2030 ജനുവരി 2-ാം തീയതി ഒരു അമേരിക്കൻ കമ്പനി വന്ന് 2,000 കോടി തരാം, ഇത് ഇതാ എന്ന് വെച്ചാൽ കൊടുക്കുമോ? അല്ല, അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന സംവിധാനം അല്ലല്ലോ ഈ സംവിധാനം. കാര്യം എന്തായി, ഇപ്പോൾ 1,40,000 കോടിയുടെ അസറ്റ്സ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഈ എക്കോസിസ്റ്റം ഇതെന്താകും? ഇപ്പം നമ്മൾ തന്നെ ആലോചിക്കും, ഒരു സ്കൂളിൽ ഒരു മാർക്ക് സുക്കർബർഗ് ആയിട്ട് ഒരു മഹാദേവനെ നമ്മൾ പിക്ക് ചെയ്തെടുത്തു. മഹാദേവ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും? കാര്യം ഇതൊരു ആവാസ വ്യവസ്ഥയാണല്ലോ. ഇതൊന്നും ആർക്കും വന്ന് പർച്ചേസ് ചെയ്ത് പോകത്തില്ല. ദുബായ് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും പോലെയാണ് സിലിക്കൻ വാലി പർച്ചേസ് ചെയ്യാൻ പറ്റുമോ എന്ന്. കേരളം ആർക്കും പർച്ചേസ് ചെയ്തുകൊണ്ട് പോകത്തില്ലല്ലോ. ഇവിടെ ഉള്ള സ്കൂളുകൾ ഡെവലപ്പായി, കോളേജുകൾ ഡെവലപ്പായി, ഇവിടുത്തെ ടാലൻറ്റുകൾ വന്നു, ഓരോ സെക്ടറും ഡെവലപ്പായി, പുതിയ കോൺസെപ്റ്റുകൾ വന്നു, ഇവിടേക്ക് ആളുകൾ വന്നു. ആർക്കും ഇത് വാങ്ങിക്കൊണ്ട് പോകാൻ കഴിയുന്ന സംവിധാനമല്ല. ഇത് ഉണ്ടായി വരിക എന്നുള്ളതാണ്. ഉണ്ടായി കഴിഞ്ഞാൽ ടാൽറോപ്പ് പോലും ആയിരിക്കില്ല ഇത് ഉണ്ടാക്കുന്നത്. കാര്യം ഇത് വൺസ് ഡെവലപ്പായി. ഇപ്പം നമുക്ക് എത്ര പേർക്ക് ഫെഡറിക് ടെർമാൻ അറിയാം? നമുക്ക് മാർക്ക് സുക്കർബർഗിനല്ലേ അറിയാവോ? സിലിക്കൻ വാലി ഉണ്ടാക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്ത ആൾ നമുക്കറിയില്ല. ആ സിലിക്കൻ വാലിയിൽ ഉണ്ടായ സംവിധാനങ്ങൾ നമുക്കറിയാമെന്ന് പറയും പോലെ ഈ ഇനിഷ്യേറ്റീവ് എടുത്ത ടാൽറോപ്പ് ആയിരിക്കില്ല മേ ബി എന്ത് ചെയ്യുന്നത് വരുന്നത്. മഹാദേവന്മാരെ പോലെ ആയിരക്കണക്കിന് മഹാദേവന്മാരായിരിക്കും കേരളത്തിൽ എന്ത് ചെയ്യുന്ന മാറ്റം ഉണ്ടാക്കുന്നത്. അവരെ മുഴുവൻ പർച്ചേസ് ചെയ്യാൻ ഒരു അമേരിക്കക്കാർക്ക് പറ്റുമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അതല്ലാതെ ടാൽറോപ്പ് ഒന്നും വാങ്ങിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. അപ്പോൾ എല്ലാ ആശംസകളും. അപ്പോൾ ടാൽറോപ്പിൻ്റെ ഈ പറയുന്ന നിശബ്ദ വിപ്ലവം വലിയ വിജയമാവട്ടെ. താങ്ക് യു.